Good afternoon. Good afternoon, madam. Good afternoon. Good afternoon. Okay, നമുക്ക് prayer ചെയ്യാം അല്ലേ? Prayer ആരാ ചെയ്യുന്നേ? ഞാനാണ് മാം. Okay. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങളേകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു മാം. Okay. Then sign in. മാം, സൈൻ ഇൻ ഞാനാണ്. ഞാൻ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അറിവും നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരു ചെറിയ മോട്ടിവേഷനുമാണ് തരാൻ പോകുന്നത് സൈൻ ഇന്നിൽ കൂടെ. നമുക്കറിയാം, നമ്മുടെ കാട്ടിലെ രാജാവാണല്ലേ സിംഹം. ഔദ്യോഗിക പദവികൾ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് സിംഹം കാട്ടിലെ രാജാവായത്? സിംഹത്തെക്കാൾ ശക്തിയുള്ള ബുദ്ധിയുള്ള ഒരുപാട് ജീവികൾ കാട്ടിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇദ്ദേഹം രാജാവായി എന്ന് നമുക്ക് നോക്കാം. സിംഹം അധിവസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അതിനെ പ്രൈഡ് എന്നാണ് പറയുന്നത്. ആ പ്രൈഡിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിയെയും സിംഹം വെറുതെ വിടാറില്ല. മാത്രമല്ല, രാത്രികാലങ്ങളിൽ അവന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത്, കൂട്ടത്തിൽ ഒരു ആൺസിംഹം മാത്രമാണ് രാജാവ് എങ്കിലും അവരുടെ ഗ്യാങ്ങിന്റെ ലീഡർ ഒരു പെൺസിംഹമായിരിക്കും. സിംഹത്തിന്റെ ഗർജനമാണ് കാട്ടിലെ ഏറ്റവും ഗാംഭീര്യമുള്ള ശബ്ദം. മറ്റു ജീവികളുടെ നിലവിളി പോലും അത്രയ്ക്ക് എത്തില്ല എന്നതാണ് സത്യം. ഒരു സിംഹം ഇരപിടിക്കുന്നത് തന്റെ രാജാവായ മറ്റൊരു സിംഹത്തിന് വേണ്ടിയാകും. രാജാവാകട്ടെ അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തിട്ട് അവനും കഴിച്ചതിന് ശേഷം മറ്റുള്ളവർക്കും അത് പങ്കുവെക്കും. ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നതിനാൽ എല്ലാവർക്കും വീതിക്കാൻ പറ്റിയ വലിപ്പമുള്ള ജീവികളെ മാത്രമാണ് ഇവർ വേട്ടയാടുന്നത്. വിശപ്പില്ലാത്ത സിംഹം വളർത്തുനായ്ക്ക് തുല്യമാണ് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കടുവ സിംഹത്തെക്കാൾ കേമനാണെങ്കിലും അഹങ്കാരിയും വിനോദത്തിന് പോലും സഹജീവികളെ കൊല്ലാൻ മടിയില്ലാത്തവനുമാണ്. എന്നാൽ ഇവരെക്കാളൊക്കെ ഫലവും ബുദ്ധിയും സ്നേഹവുമുള്ള ഒരാളുണ്ട്. അത് നമ്മുടെ സംസ്ഥാന മൃഗമായ ആനയാണ്. പക്ഷേ ആന കാട്ടിലെ രാജാവല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭയമാണ്. ആനയ്ക്ക് സിംഹത്തെ കാണുമ്പോൾ തന്നെ വേട്ടയാടാൻ വന്നിരിക്കുന്ന ഒരു വേട്ടക്കാരനായും, മറിച്ച് സിംഹത്തിന് ആന വെറും ഒരു ഇര മാത്രവുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ എത്ര ശക്തരും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായിട്ട് കാര്യമില്ല, ഭയമുണ്ടായാൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. സോ ബി ലൈക്ക് എ ലയൺ. ധൈര്യത്തോടെ നിങ്ങൾക്ക് എല്ലാം നേരിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ മാമിനെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. മാം, വെൽക്കം ടു ദി ക്ലാസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൽ 3 ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം മാം പറഞ്ഞു: കോമ്പൻസേഷൻ, റേഷണലൈസേഷൻ ആൻഡ് പ്രൊജക്ഷൻ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞിരുന്നു. കുട്ടികളെ എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. Okay, very good. Ma'am, quotes. Okay. Be the change that you wish to see in the world. An eye for an eye only ends up making the whole world blind. And in a gentle way, you can shake the world. Mahatma Gandhi. This quote highlights his philosophy of leading by example, promoting peace through non-violence, and the power of gentle yet persistent action. Thank you, ma'am. Okay. എക്സാമ്പിൾ എഴുതിക്കൊണ്ടെന്നായിരുന്നോ 3 പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, റേഷണലൈസേഷൻ?
കുറച്ചുപേര് വായിച്ചു എന്ന് തോന്നണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ശ്രീലക്ഷ്മി ഒക്കെ വായിച്ചായിരുന്നോ? ആ, ബാക്കിയുള്ളവർ എഴുതിയിട്ടുണ്ടോ? എത്ര പേരാണ് എഴുതിയിട്ടുള്ളത്? ആരും എഴുതിയിട്ടില്ല. മൃദുല എഴുതിയിട്ടുണ്ട്. മൃദുല വായിച്ചായിരുന്നോ? ഇല്ല മാം, വായിച്ചിട്ടില്ല. ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ എക്സാമ്പിൾസ് പറയാൻ റെഡിയാണ്. ആ, ഓക്കെ. കോമ്പൻസേഷനിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ ലൈഫിൽ മെയിൻ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കോമ്പൻസേഷൻ മാം, ഞാനൊരു മീഡിയം ലൈറ്റ് സ്കിൻ ആയിട്ടുള്ള എൻ്റെ ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഭംഗി കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലാണ് അത് കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുടി നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് അത് വളർത്തിക്കൊണ്ട് എൻ്റെ ലൈഫിൽ അത് നല്ലൊരു കോമ്പൻസേഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ റേഷണലൈസേഷനിൽ ഇപ്പം മെയിനായിട്ട് റീസെൻ്റ്ലി ചെയ്തത്, ഞാൻ റെക്കോർഡ് എഴുതുമ്പോൾ എത്ര വൃത്തിയാക്കിയിട്ട് അതങ്ങ് വൃത്തിയാകുന്നില്ല. അപ്പോൾ അത് റെക്കോർഡിൻ്റെ കുഴപ്പമാണ്, അതിൻ്റെ പേജിന് കളറില്ല എന്നാണ് ഞാൻ എൻ്റെ മൈൻഡിനെ ഇതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ രാവിലെ എണീക്കാത്ത ആളാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബിസി ആയിട്ടുള്ള ടൈമിലാണെങ്കിൽ അമ്മയോട് ഞാൻ പറയും എന്നെ എഴുന്നേൽപ്പിക്കാൻ. പക്ഷേ അമ്മ എത്ര വിളിച്ചാലും ഞാൻ എഴുന്നേൽക്കില്ല. പക്ഷേ എണീറ്റ് എല്ലാ കാര്യങ്ങളും ലേറ്റ് ആകുമ്പോഴേക്കും അത് അമ്മ കാരണമാണ് അങ്ങനെ വന്നത്, എന്നെ വിളിക്കായിട്ടാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അതാണ് മാം. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ വർക്കുകളൊക്കെ എന്തോരമായി? എവിടം വരെ വർക്കുകളൊക്കെ ചെയ്തു? വർക്കുകൾ ചെയ്യുന്നില്ലേ? അപ്പാരറ്റസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നിങ്ങള്? സാൻഡ് പേപ്പേഴ്സ്, ലെറ്റേഴ്സ്, ഡിജിറ്റ്, അങ്ങനത്തെ വർക്കുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ വർക്കുകളാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കോഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് ചെയ്ത് തീർത്താൽ മതി. ഓക്കെ. കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ട് ഇത്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായോ? ഇത് പിക്ചർ വീലാണ് കേട്ടോ, പിക്ചർ വീല്. ഓക്കെ. കുറേയധികം പിക്ചേഴ്സ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട്. അതുപോലെ തന്നെ അതിന്റെ പേരുകള്, ആ വേർഡ്സ് വരുന്നത് മിഡിലെ വീലിലായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നതല്ല, എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കാണിക്കുന്നതിനോ വേണ്ടിയിട്ട്, അതായത് കുട്ടികൾക്ക് പിക്ചർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? എന്തെങ്കിലും പടം കാണിച്ചു കൊടുത്താല് കുട്ടി അതിന്റെ പേര് പറയാനായിട്ട് ശ്രമിക്കും. പക്ഷേ ചിലപ്പോ ആ വേർഡ് കുഞ്ഞിന് ചിലപ്പോ പറയാനോ അല്ലെങ്കിൽ എഴുതാനോ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അത് കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ചർ വീല് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇത് നോക്കിയേ, ഞാൻ ഇവിടെ ആപ്പിള്, റോസ്, അതുപോലെ കോക്കനട്ട് ട്രീ, ഓറഞ്ച്, ലോട്ടസ്, അതുപോലെ ബനിയൻ ട്രീ, വാട്ടർമെലൺ, സൺഫ്ലവർ, ഇത്രയും പിക്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ്, അതിപ്പോ വെഹിക്കിൾസ് ആവാം, അതുപോലെ തന്നെ എന്താ പറയാ വെജിറ്റബിൾസ് ആകാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിവിടെ പേസ്റ്റ് ചെയ്യാം. വലിയ വീലാണ് കേട്ടോ. ഓക്കെ. അതായത് ഞാനിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, വേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, വേസ്റ്റ് ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരേ സൈസില് 2 വലിയ റൗണ്ട് വേസ്റ്റ് ബോർഡുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഈ വലിയ വീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചെറിയ വീൽ ഉണ്ടാക്കിയിരിക്കുന്നത് വേസ്റ്റ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ്. ആ ഒരു 2 എന്താ പറയാ ഷേപ്പിലുള്ള ഇത് വെട്ടിയെടുത്തിട്ട് അത് കമ്പൈൻ ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ മീതെ ചാർട്ട് പേപ്പറാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നടുവിലത്തെ വീലില് വേർഡ്സുകൾ എഴുതാൻ വേണ്ടി സ്കെച്ച് പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂവും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ വേസ്റ്റ് ബോർഡിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ കേക്ക് ഒക്കെ മുറിക്കുമ്പോൾ റൗണ്ട് കിട്ടില്ലേ ലാസ്റ്റ്,
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം കുറച്ചും കൂടി കട്ടി ഉണ്ടാവും അതിന്, പിന്നെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പൊ അത് വെച്ച് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ ഗ്ലൂ ഒക്കെ ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരില്ല. നമ്മുടെ കേക്കിന്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് തീരെ കുറവാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീല് കറങ്ങണം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലും? എന്തിനാ കറക്കുന്നത്? എന്തിനാ കറക്കുന്നേ? ഓരോ വേർഡ്സ് അല്ലേ? അത് നോക്കിയേ, ഞാനിപ്പോ എന്താ പറയാ, റോസ് എന്ന് പറയുന്ന പിക്ചറാണ് കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ആ വേർഡ് കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കറക്കി നോക്കിയേ റോസിന്റെ അവിടെ കൊണ്ടുവന്ന് ചെല്ലും. ഓക്കെ, അവിടെ വെക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ പിക്ചേഴ്സും കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ്സ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആദ്യം അറേഞ്ച്മെന്റ് ഇല്ലാതെയാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് പിക്ചർ വീല് കേട്ടോ. പിന്നെ ഞാനിത് ഈർക്കിൽ വെച്ചിട്ടാണ് ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു റബ്ബർ ബാൻഡ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല രീതിയിൽ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് നോക്കുക എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെന്ന് കേട്ടോ. നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികള്, ഒരാള് എനിക്ക് തോന്നുന്നു കർട്ടന്റെ എന്തോ ഒരു അടപ്പാണോ എന്താണെന്ന് അറിയില്ല, ഒരു സംഭവം ഇട്ടിട്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെ ഒന്നും കാണില്ല, അതായത് എന്ത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു കുട്ടി കമ്മൽ ഉണ്ടല്ലോ, നമ്മുടെ ഫാൻസി കമ്മൽ ഉണ്ടല്ലോ, അതിന്റെ ശങ്കീരി വെച്ചിട്ട്, അത് വലിയ ശങ്കരിയാണ് കേട്ടോ, അത് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പലതരത്തിൽ പല ഐഡിയാസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഭംഗിയാക്കാം കേട്ടോ ഈ പിക്ചർ വീല്. അപ്പൊ നിർബന്ധമില്ല ഇന്ന പിക്ചേഴ്സ് വേണോന്ന്, ഇഷ്ടമുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ഒട്ടിക്കാം. അതിന്റെ വേർഡ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്താൽ മതി, എന്നിട്ട് കുഞ്ഞിനെ അത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്ന് കേട്ടോ പിക്ചർ വീല്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ ഇതെന്താ, ഇത് നമ്പർ വീലാണ് കേട്ടോ, നമ്പർ വീല്. അതായത് ഈ പിക്ചർ വീല് പോലെ തന്നെ നമ്പേഴ്സ് കുട്ടികളെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 1 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1 to 9 അല്ലെങ്കിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതിനനുസരിച്ച് നമ്പറിന്റെ എണ്ണം അനുസരിച്ച് ഇവിടെ നമുക്ക് പിക്ചർ പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോ സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ നിങ്ങള് 1ന്റെ നേരെയാണെങ്കിൽ, അതെ 1 എന്ന് പറയുന്ന നമ്പറിന് നേരെയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 2 എന്ന് പറയുന്ന നമ്പറിന് നേരെ സർക്കിള്, 3 എന്ന് പറയുന്ന നമ്പറിന് നേരെ റെക്റ്റാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 4 എന്ന് പറയുന്ന നമ്പറിന് നേരെ മാംഗോസ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ പല സ്റ്റാറുകളുടെ ഷേപ്സുകൾ, അതുപോലെ തന്നെ പല റൗണ്ടുകളുടെ ഷേപ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം, ഒട്ടിക്കാം. ഓക്കെ, പക്ഷെ എണ്ണം ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പൊ 9 എന്ന് പറയുന്ന നമ്പറിന്റെ നേരെയാണെങ്കിൽ 9 നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ടുള്ള പിക്ചർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഞാനിപ്പോ എളുപ്പത്തിന് പിക്ചർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോ എളുപ്പത്തിന് പിക്ചർ വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 to 10 തുടങ്ങി 1 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പിക്ചർ നമുക്കിവിടെ വരയ്ക്കണമല്ലോ. അപ്പൊ ഈ വീൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതായിരിക്കണം. കണ്ടോ, ഈ വീലിനെ അപേക്ഷിച്ച് ഈ വീല് കുറച്ചുകൂടി വലുതാണ്, കാരണം ഗ്യാപ്പ് വേണമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നടുവിലത്തെ വീല് എന്താ പറയാ ചെറുതായാലും കുഴപ്പമില്ല, കാരണം നമ്പേഴ്സ് മാത്രമല്ല നമ്മൾ എഴുതുന്നുള്ളൂ, വേർഡ്സ് അല്ലല്ലോ എഴുതുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാട്ടോ. വലുതാക്കി എടുക്കണമെങ്കിൽ വലുതാക്കി എടുക്കാം, ചെറുതാക്കി എടുക്കണമെങ്കിൽ ചെറുതാക്കി എടുക്കാം. ഓരോരുത്തരുടെ ഇത് ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ രണ്ട് കാര്യങ്ങളും, പിക്ചർ വീൽ ആൻഡ് നമ്പർ വീൽ കേട്ടോ. ഓക്കെ, അപ്പൊ കാര്യം ചെയ്യാം, നമ്മുടെ കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോവാം. പ്രൊജക്ഷൻ വരെയാണോ പറഞ്ഞു നിർത്തിയത്? പ്രൊജക്ഷൻ ആണ്. ഐഡന്റിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല മാം. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഒന്ന് വായിച്ചോളൂ കേട്ടോ, റീഡ് ചെയ്യാം മൈൻഡില്. നോക്കാം അല്ലേ? ആരാ പറയാ? വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? മൃദുലയ്ക്ക് വായിച്ചിട്ട് മനസ്സിലായോ? മനസ്സിലായി മാം. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം വരിക. ഒരു ഗ്രൂപ്പിന്റെയോ ഒരു വ്യക്തിയുടെയോ ജയത്തിൽ നമ്മളും സന്തോഷിക്കുക. ഓക്കെ ഓക്കെ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കുന്നതാണെന്ത്? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, പക്ഷെ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരാകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാവാം, ഓക്കെ, ആരും ആകട്ടെ. അത് മറ്റുള്ളവര് ചെയ്ത് വിജയിക്കുമ്പോൾ, അവരതിൽ അച്ചീവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വിജയമാണെന്ന് കരുതി ആശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അവര് ജയിച്ചല്ലോ, അത് എന്റെ കൂടി വിജയമാണെന്ന് കരുതി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാലോ, അതായത് ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, അതായത് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ, ഇന്ത്യൻ ടീമൊക്കെ ക്രിക്കറ്റ് കളിക്കില്ലേ, അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ ഉണ്ടാവാറില്ലേ, ലോകകപ്പ് ഒക്കെ ഉണ്ടാവാറില്ലേ. അപ്പോ അവരുടെ, അതായത് ആ ഒരു കളി കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ പ്ലേയിങ് കണ്ടിട്ട് അവര് ജയിച്ചു കഴിഞ്ഞാൽ, അവര് വിന്നേഴ്സ് ആയി കഴിഞ്ഞാല് എന്താണ്, അത് നമ്മുടെ വിജയം പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് അത് കാണുന്നത് അല്ലെ. അതായത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതല്ല, അതായത് ആ കളി അധികം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന, അത് വളരെയധികം ആരാധനയോടെ കാണുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്, അവര് വിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അച്ചീവ്മെന്റ് തങ്ങളെയും കൂടി അച്ചീവ്മെന്റ് ആണെന്ന് കരുതി എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ സിനിമ ഇറക്കി കഴിഞ്ഞാല്, മൂവി ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ട്, അതായത് ആ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളം, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ധാരാളം സൂപ്പർ സ്റ്റാറുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മൂവി ഇറങ്ങി കഴിയുമ്പോൾ എന്താണ്, ആ ഒരു മൂവിയുടെ വിജയം, അല്ലെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ആരാധകർ അവരുടെ വിജയം പോലെയാണ് കാണുന്നത്. ചിലവരൊക്കെ പാലഭിഷേകം നടത്തും അല്ലെ, ഫ്ലെക്സിലൊക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്താണ്, അത് മറ്റുള്ളവരുടെ വിജയമാണെങ്കിൽ കൂടി, അവരുടെ സക്സസ് ആണെങ്കിൽ കൂടി അതിന്റെ ഒരു പാട്ടാവുക, അല്ലെങ്കിൽ ആ വിജയം തങ്ങളുടേതാണെന്ന്, അല്ലെങ്കിൽ തന്റേതാണെന്ന് കണ്ടെത്തി സ്വയം ആശ്വസിക്കുന്നതാണെന്ത്, ഈ ഒരു ഐഡന്റിഫിക്കേഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഒരു ഡൗട്ട്. അപ്പൊ മറ്റൊരാളുടെ തകർച്ച കണ്ടിട്ട് നമുക്ക് സന്തോഷം തോന്നുവാണ്, അത് ഈ ഗണത്തിൽപ്പെടുവോ? ഇല്ല, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അച്ചീവ്മെന്റ് ആണ് അച്ചീവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത്. തകർച്ച നമുക്കത് വേറൊരു ഇതില് സൈക്കോളജി പാർട്ടിലല്ല പെടുത്താൻ പറ്റുള്ളൂ. അത് ഒരു മനസ്സിനെ എന്താ പറയാ നെഗറ്റീവായിട്ട് ഇതാക്കുന്നതല്ലേ തകർച്ച ഒരാളുടെ. നെഗറ്റീവായിട്ടുള്ള അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ,
ഇത് ഒരാളുടെ വിജയമാണ് കേട്ടോ, ഒരാളുടെ അച്ചീവ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആരുടെയെങ്കിലും വിജയം നിങ്ങളുടെ വിജയമാണെന്ന് കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റെ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കിപ്പോ പഠിക്കുന്ന കാലത്താണെങ്കിലും അങ്ങനെ ഫസ്റ്റ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മീഡിയം ആയിട്ടായിരുന്നു, അത്യാവശ്യം പഠിച്ചിരുന്നുവെങ്കിലും അങ്ങനെ ടോപ്പായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഞാൻ എന്റെ മക്കളിലൂടെ സാധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മോള് 10ാം ക്ലാസ്സിലും ഇപ്പൊ +2 ആണ് അവള് കഴിഞ്ഞത്. 10ാം ക്ലാസ്സിലും അവള് നല്ല മാർക്ക് വാങ്ങി, ഫുൾ A+ വാങ്ങി. അതേപോലെ +2 അവള് ഫുൾ A+ വാങ്ങി. അപ്പൊ ഞാന് അവരുടെ കൂടെ ഒപ്പം ഇരുന്നിട്ട് ഉറക്കൊഴിച്ചിരുന്നിട്ട് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് കിട്ടിയത് എന്നുകൊണ്ട് അവരുടെ വിജയത്തിൽ എന്റെ വിജയമായിട്ട് ഞാൻ വളരെയധികം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ഞാൻ അതിന് സന്തോഷിച്ചിട്ടുമുണ്ട്. അതാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്, മക്കളുടെ വിജയം. ഓക്കെ, ശരിയാണ്. ഇനി എനിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മിസ്സേ. നമുക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ മോള് ചെയ്യണ കാണുമ്പോ അതില് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഒരു ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഈ ഓൺ സ്റ്റേജ് ആർട്സിനൊന്നും അങ്ങനെ നമ്മുടെ അമ്മമാരൊന്നും ഇന്ന് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ കെയർ നമുക്ക് തന്നിട്ടില്ല. പക്ഷെ എന്റെ മോൾ ഇപ്പൊ ഈ കലാതിലകം അതൊക്കെ ഈ ജില്ലയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുമ്പോ ഞാനൊന്നും ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. അപ്പൊ ആ സന്തോഷത്തിൽ ഒരുപാട് പ്രൗഡാണ്. പിന്നെ എപ്പോഴും നമ്മൾ എന്റെ ഒരു PSC കിട്ടാത്ത കഥ പറഞ്ഞതായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം എന്റെ ഹസ്ബൻഡിന് PSC അപ്പോയിന്റ്മെന്റ് ആയി. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഹസ്ബൻഡിന് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്തായിട്ടാണ് LD ക്ലർക്ക് ആയിട്ടുള്ള മിസ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റില്. അഡ്വൈസ് വന്നോ? അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് വന്നോ? അത് കോവിഡിന്റെ സമയത്ത് വന്നതാണ്. 2018 സമയത്ത്. ഒരുപാടായി കയറിയിട്ട്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ, അതായത് നമ്മൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാനാവുന്നെങ്കിൽ അതും എന്താ പറയാ, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ മനസ്സിനെ അത്തരത്തിൽ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ, നമുക്ക് ബ്രദർ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെന്റ്, ഇതിനകത്തൊക്കെ നമ്മൾ സന്തോഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. അസൂയപ്പെടില്ലല്ലോ ഒരിക്കലും, അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ആണ് നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് കാണില്ല. മറിച്ച് നമ്മുടെയും കൂടി വിജയമാണെന്ന് നമ്മൾ അത് വിചാരിക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരാൾ വായിച്ചേ, റീഡ് ചെയ്യുന്നേ. സബ്സ്റ്റിറ്റ്യൂഷൻ It is an adjusting mechanism in which the original goals or desires are exchanged by the others. അതായത് നമുക്ക് ഇപ്പൊ ഞങ്ങൾ കൊമേഴ്സിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ പറയാ, സബ്സ്റ്റിറ്റ്യൂട്ട് ടീ ടു കോഫി എന്ന്. നമ്മൾ PSC പഠിക്കുമ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ടീ വിത്ത് എന്നല്ല ഉപയോഗിക്കാന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കുന്ന സാറുമാര് പറഞ്ഞു തരുന്ന എക്സാമ്പിൾ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ടീ ടു കോഫി എന്നാണ് കറക്റ്റ് ആയിട്ട് പറയാ, ടീ വിത്ത് എന്നല്ല പറയാന്ന് പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ടീ കുടിക്കാനുള്ള ഒരാൾക്ക് ആ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക എന്നാണെന്ന് തോന്നുന്നു മിസ്സേ. അതിനൊരു ചോയ്സ്. അതെ, അതായത് ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒറിജിനൽ ഗോൾസ്, നമ്മുടെ ശരിയായിട്ടുള്ള ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ആഗ്രഹങ്ങള്, ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു. ഓക്കെ, നിങ്ങളുടെ തന്നെ ലൈഫിൽ പലയധികം സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ? നമ്മൾ ചെറുപ്പത്തിലെ വളരെയധികം ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെ? നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവുക. പലതും നമ്മൾ ത്യജിച്ചിട്ടുണ്ടാവാം അല്ലെ? സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം പല കാരണങ്ങൾ കൊണ്ട്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ചിലവരതിനെ വിധി എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് മനസ്സിനെ ആശ്വസിപ്പിക്കുക? വിധിയാണെന്ന് ഓർത്താ, അയ്യോ അതെന്റെ വിധിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യന് നാച്ചുറൽ ആയിട്ട് പറയുന്നതാണ് അതെന്റെ വിധിയാണ്, എനിക്കത് വിധിച്ചിട്ടില്ല.
അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. അപ്പോ അതായത് എന്താ പറയാ, അത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലോസ് റിലേഷനിലുള്ള ആർക്ക് വേണ്ടിയാണെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിരുന്ന കാര്യങ്ങള് എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അതെന്താണ്? കോമ്പൻസേഷൻ പറഞ്ഞപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? കോമ്പൻസേഷനോ? കോമ്പൻസേഷൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏകദേശം ഇതുപോലെ തന്നെയല്ലേ മിസ്സേ വരിക? അത് ഒരു അത് ഏകദേശം അതുപോലെ തന്നെയാണ്. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തുന്നതാണ് എന്ത്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്കിത് നഷ്ടപ്പെടുക ചെയ്യുന്നത്, നമ്മളത് അച്ചീവ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മളത് വിധിയാണ്, നമ്മുടെ ആ ഒരു തലവരെയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണെന്ന് കരുതി ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അത് കിട്ടുന്നില്ല കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നു, സാക്രിഫൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പലവരുണ്ടാകാം, പലവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇന്ന ഒരാളാകണം എന്നായിരിക്കാം ആഗ്രഹം, പക്ഷെ ആ ഒരു സ്റ്റേജിലല്ലായിരിക്കാം നിങ്ങളിപ്പോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അത് ഉപേക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും ഒരു റീസൺസ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്കത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈശ്വരൻ അതെനിക്ക് തന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മനസ്സിനെ ആശ്വസിപ്പിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഉണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ശ്രുതി, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ശ്രുതിക്ക്? ഇല്ല മാം. മാം എക്സ്പീരിയൻസ് ഇല്ല. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയത് ഒന്നിന് പകരം ഒന്നിനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യില്ലേ, അതാണെന്ന്. അതായത് ഈ മറ്റേ സ്ഫടികം സിനിമയിലൊക്കെ തോമസ് ചാക്കോയുടെ അച്ഛൻ തോമസ് ചാക്കോയ്ക്ക് പകരം തെങ്ങ് വെച്ചില്ലേ, അതുപോലെ ഒന്നിന് പകരം ഒന്ന് വെക്കുന്ന രീതിയാണ് എന്നാണ് കരുതിയത്. ഇതില് നല്ല എക്സാമ്പിൾ ആയിരുന്നു. എന്താണ് ശ്രുതി? മൃദുല പറഞ്ഞത് കേൾക്കാൻ നല്ല എക്സാമ്പിൾ ആയിരുന്നു പറയാം മാം. നല്ല എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ധാരാളം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോ. ഞാൻ BBA കഴിഞ്ഞിട്ട് MBAക്ക് പോവാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എന്നിട്ടും MBAക്ക് വിടുന്നുണ്ടായില്ല, ബാംഗ്ലൂർ ആയതുകൊണ്ട്. ബാംഗ്ലൂർ എന്റെ ഫ്രണ്ട്സ് എല്ലാം ബാംഗ്ലൂർ പോവാന്നാ പറഞ്ഞത്. അപ്പോ ഞാനും അവരെ കൂടെ BBM കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോവാൻ വേണ്ടിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ബാംഗ്ലൂരൊന്നും പോകണ്ട, നാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് MBA ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ BBM കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്രട്ടറിയൽ പ്രാക്ടീസാ ചെയ്തത്. അപ്പൊ അന്നേരം എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടായി, MBA ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അതായത് ഒത്തിരി ആഗ്രഹമായിരുന്നു ഏതെങ്കിലും സ്കൂളുകളിലോ. എന്റെ ഹസ്ബൻഡ് എല്ലായിടത്തും എന്നെ ജോലിക്ക് വിടത്തില്ല. അപ്പൊ എല്ലാ സ്കൂള് അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിൽ അക്കൗണ്ട്സിന് ജോലി ലഭിച്ചു. അങ്ങനെ പോയി ഒരു 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു യാത്ര ഒഴിവാക്കണം, പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കുഞ്ഞിന് വേണ്ടി അത് വേണ്ടാന്ന് വെച്ചു. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. അപ്പൊ അത് മോൾക്ക് വേണ്ടി അത് മാറ്റി വെച്ച് അത് ഒരു അനുഭവമാണ്. അതല്ലേ മാം സബ്സ്റ്റിറ്റ്യൂഷൻ? അതായിട്ടും പറയാം നമുക്ക്. ഓക്കെ, പിന്നെ ഞാൻ പറയട്ടെ, തുറന്നു പറയാം മാഡം. ഞാൻ പറയട്ടെ. അമ്പിളി പറഞ്ഞോളൂ. എനിക്ക് ഫസ്റ്റ് മുതലേ എന്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോഴേ പറയാൻ പറ്റുമെന്ന് അറിയില്ല, അത്രയും കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞത്. ഞാൻ BA എക്കണോമിക്സ് എടുത്ത് പഠിച്ച ആളാണ്. അപ്പോ BA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത്.
അപ്പോ വളരെ അത്ര പ്രായമൊന്നും ആയിരുന്നില്ല. അപ്പൊ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് കല്യാണം കഴിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അപ്പോ അവർക്ക് പഠിക്കാൻ പോണതും അങ്ങനത്തെ ഒന്നും ഹസ്ബൻഡിനും ഇഷ്ടല്ല, എന്താ അമ്മായിയമ്മയ്ക്കും ഇഷ്ടല്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോ പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ പിന്നെ അവര് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരത് തുടർന്ന് പഠിക്കാനൊന്നും നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലാതെയൊക്കെ വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈഫിന് വേണ്ടിയിട്ട് എന്താ ഈ ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ മൊത്തം സാക്രിഫൈസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ ലൈഫേ ഒരു സാക്രിഫൈസ്. പിന്നെ എനിക്ക് തുറന്ന് പഠിക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ കുറെ PSCക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നോക്കി. അപ്പോ തൃശ്ശൂര് പാലക്കാട് ജില്ലയിലാണല്ലോ. അപ്പൊ തൃശ്ശൂര് നാട്ടിക എന്ന് പറഞ്ഞ കോളേജിൽ നിന്നൊക്കെ എനിക്ക് ഇത് വന്നതാണ് PSCക്ക് വേണ്ടിയിട്ട്. അപ്പോ എന്നിട്ട് അത്രയും ദൂരം പോണ്ടേ, അതിനൊന്നും പോണ്ട, അതൊന്നും കൊണ്ടുപോകും അങ്ങനെ കൂടി അതിനു പോലും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തരാതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. അപ്പൊ നമ്മുടെ ലൈഫ് ഇപ്പോഴാണ് സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചെയ്യണം എന്ന് തോന്നാനും. അപ്പൊ നമ്മൾ ഈ പഠിത്തത്തിനെ എനിക്ക് കുറെ സാക്രിഫൈസ് ചെയ്തിരുന്നു ഞാൻ. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഒരു സപ്പോർട്ട് ഇല്ലാതെ, ഇവരുടെ സപ്പോർട്ട് ഒരു കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് നമ്മുടെ കുറെ ആഗ്രഹങ്ങള് വേണ്ടാന്ന് വെക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാന്. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. പിന്നെ മക്കളായപ്പോ പിന്നെ അവരുടെ പിന്നാലെ നടന്നിട്ട് അവര് കുഴപ്പമില്ല, അവര് അത്യാവശ്യം നന്നായി പഠിക്കും. അത് അവരുടെ വിജയങ്ങളൊക്കെ നമ്മുടെ വിജയമായിട്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ സന്തോഷിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ എന്റേതായ കുറെ ഇഷ്ടങ്ങൾ ഒക്കെ തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങി. കുറെ അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ കാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ലൈഫേ ഒരു ഇതിന് സാക്രിഫൈസ് ചെയ്ത പോലെ തോന്നി. അതാണ് ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിയത്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൂടെ ഒക്കെ പോയ ഒരാളാണ് ഞാന്. അപ്പൊ എനിക്കിത് പറഞ്ഞപ്പോഴേ അങ്ങനെ അപ്പോയിന്റ്മെന്റ് വന്നു എന്ന് പറഞ്ഞത് നാട്ടിക കോളേജിൽ നിന്ന് PSC അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ വന്നിട്ടുണ്ടായിരുന്നേ? എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ് വന്നത്. ഞാനും വിചാരിച്ച ഒരു ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞ് അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. വന്നത് ഓൾ ടിക്കറ്റ് ആണ് വന്നത്. പിന്നെ എല്ലാവരും അവരവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങള് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം ഇയാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആദ്യത്തെ ലൈഫ് നമ്മുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ആദ്യം തുടക്കത്തിൽ എല്ലാവർക്കും ഇത്ര ഭയങ്കര സ്ട്രിക്റ്റ്, വീട്ടുകാർക്കാണേലും ഭർത്താവിനാണേലും കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് ജീവിതമായി പോയില്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താ. ഇപ്പൊ എന്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴും ഞാൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്താ എന്റെ ജീവിതത്തിൽ പൊക്കോടുന്ന. ആദ്യ ഭാഗങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ്. പിന്നെ അതെല്ലാം അങ്ങ് മറക്കുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ആകണം, കുറച്ച് മെച്ചേർഡ് ആകണമെന്ന് തോന്നുന്നു നമുക്കൊരു ഫ്രീഡം കിട്ടണമെങ്കിൽ. നമുക്ക് സപ്പോർട്ട് വേണം. നമ്മളൊരു സ്ത്രീ ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇപ്പോ നമ്മള് കേൾക്കാറില്ലേ, ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ടാവും. ഓക്കെ, അപ്പൊ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇടയിൽ ഭയങ്കരമായിട്ട് കുറേയധികം സ്ത്രീകള് ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ സാമൂഹികമായിട്ടുള്ള കാര്യത്തിൽ രംഗത്തായാലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രംഗത്തായാലും എഴുത്ത് അങ്ങനെയുള്ള, അതായത് ധാരാളം സ്ത്രീകളുണ്ട് മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ഉണ്ടായിരിക്കും അവരുടെ പിന്നില്. ഓക്കെ, അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം. ധാരാളം ചാലഞ്ചസ്, അതായത് ഒറ്റയ്ക്ക് എല്ലാവരും നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾക്ക് ഉണ്ടാവണം. വളരെയധികം എന്താ പറയാ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്ത്രീ അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഈസിയാണ് ഒരു സ്ത്രീക്ക് വിജയിക്കാനായിട്ട്. സ്ത്രീകൾക്ക് പറ്റും, രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്നിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ധാരാളം സ്ട്രഗിൾ ചെയ്ത് കുറേയധികം പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വിജയിക്കാൻ പറ്റും. പക്ഷെ ആ വിജയം എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല, കുറെ കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒരു ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവളുടെ വിജയം എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ.
നമ്മൾക്ക് അധികം സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമേ അവിടെ ഇല്ല, അല്ലെ? അത് ഏതൊരു ഇതിലാണെങ്കിലും കേട്ടോ, ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീയെ എടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ചിന്തിക്കുന്നവരാണ്. പെട്ടെന്നൊന്നും കല്യാണം കഴിക്കില്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാല് പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, +2 കഴിഞ്ഞു, അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, കെട്ടിച്ചു വിടുക ചെയ്യുന്നത്, അല്ലെ? ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നേ? പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലി കണ്ടിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് പോയി സെറ്റിൽ ആയിട്ടാണ് പിന്നീട് അവര് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി നല്ലതാണ്, കാരണം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുവാണ്, ഒന്നും കൂടി അവരുടെ ലൈഫ് സെറ്റിൽ ആക്കുവാണ്. അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ട, അവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അവരുടെ അടുത്ത് മാനേജ് ചെയ്യാനുള്ള ഇൻകം അവരുടെ അടുത്ത് ഉണ്ടാവും. അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ജനറേഷൻ ഗ്യാപ്പ് ആണല്ലോ മാം, ജനറേഷൻ ജനറേഷൻ ഗ്യാപ്പാണ്, ജനറേഷൻ ഗ്യാപ്പാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ കല്യാണം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ വീട്ടുകാര് ഒരു പ്രായമാകുമ്പോ കെട്ടിച്ച് വിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പൊ പിള്ളേർ അങ്ങനെ നടക്കത്തില്ല. പിള്ളേരുടെ അടുത്ത് നമ്മുടെ ഒരു പിള്ളേര് അടവ് നടക്കും. സ്വയം പറയുവാണ് ഞങ്ങൾക്ക് വേണ്ട. അതെ അതെ അതെ. No, പിന്നെ no എന്ന് ഓരോരുത്തരുടെ പറയാൻ ലൈഫ്, നമുക്കറിയാം. അതെ, പിന്നെ ഓരോരുത്തരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വെച്ച് അവർ പറയും അങ്ങനെ തന്നെ മതി, അതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ പിള്ളേരുടെ തീരുമാനത്തിലാണ് ഞാൻ യോജിക്കുന്നത്. എപ്പോഴും നമുക്ക് അതെ സ്വയം അതെ ഒരു പര്യാപ്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്കൊന്നും, കുറച്ചെങ്കിലും ഒരു പകുതി പെർസെന്റേജ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാത്തിന്റെ അതെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അപ്പം അത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചും, ആരുടെയും ലൈഫ് ഇന്നതാകും അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ് ആകും അല്ലെങ്കിൽ ഫെയിലിയർ ആകും നമുക്ക് നേരത്തെ മുൻകൂട്ടി ഒന്നും പറയാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണെങ്കിലും കുട്ടികൾ എല്ലാവരും സ്വയം പര്യാപ്തം പ്രാപിക്കുക. അതെ അതെ. പിന്നെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം മാഡം. അല്ലാതെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നമ്മൾ എക്സാം എഴുതേണ്ട സമയത്ത് എക്സാം എഴുതി അതിലൂടെ കിട്ടുന്ന ഒരു ജോബും പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ട് അതുണ്ട്. ഞാൻ എന്റേതായ ഒരു ഇതിൽ ഞാൻ സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ എന്റേതായ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് അന്ന് പഠിക്കണ കാലത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലി ഉണ്ടാവും. അത് നമുക്ക് ഉണ്ടായില്ലല്ലോ. അപ്പൊ അത് ഒരു എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു ഇതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എന്തായാലും എനിക്ക് ഒരു ഈ മോണ്ടിസോറിയിൽ ഞാൻ ചേരാൻ തന്നെ കാരണം അതാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അപ്പൊ അത് സാധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇപ്പൊ ഈ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തത്. ചെയ്തിട്ട് സാധിക്കോട്ടോ അമ്പിളി, വൈകാതെ തന്നെ അത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ. ഇപ്പൊ അറിയാം, എല്ലാ പിള്ളേർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും പറഞ്ഞു കൊടുക്കുക. സ്വന്തം കാലിൽ നിന്നിട്ട് ശേഷം ഒരു മാരീഡ് ലൈഫിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വരുന്നത്, ഡിപ്പെൻഡൻസിയാണ്, മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, ചിലരുടെ ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. ചിലരുടെ എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പൊ നമ്മള് നമ്മളുടെ ഇത് ആദ്യം സെറ്റിൽ ചെയ്യുക. നമ്മൾക്ക് നല്ലൊരു വരുമാനം, അത് ചെറിയൊരു ഇൻകം ആണെങ്കിൽ കൂടി അത് എല്ലാ മാസവും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം ഹാപ്പി ആക്കില്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസും സൊസൈറ്റിയിൽ ഒരു വിലയൊക്കെ നമ്മൾക്ക് അതുപോലെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ സബ്ലിമേഷൻ ആണ് കേട്ടോ. സബ്ലിമേഷൻ ഒരാളൊന്ന് റീഡ് ചെയ്തേ. സബ്ലിമേഷൻ It is a form of mechanism of substitution in which our unacceptable desires or activities are redirected into socially desirable channels. എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോ എന്തെങ്കിലും നമുക്ക് ചില കുറവുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നെഗറ്റീവ്സ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെ മറ്റുള്ളവരെ കൊണ്ട് ബാഡായിട്ട് പറയിപ്പിക്കാതെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഒരു പരിശ്രമം. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു എക്സാമ്പിൾ ശരിയാണോന്ന് അറിയില്ല കേട്ടോ മിസ്സേ, കറക്റ്റ് ചെയ്ത് തരണം. ഇപ്പൊ നമുക്കൊരു റഫ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണെന്ന് വിചാരിക്കാം. നമ്മുടെ സൗണ്ട് ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ്. അപ്പം മറ്റുള്ളവർ ചിലപ്പോൾ അതിനെ കളിയാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മേ ബി ഏതെങ്കിലും ഒരു ഫിലിമിനൊക്കെ ഡബ് ചെയ്യണമെങ്കിൽ അത്തരം
വോയിസ് സ്യൂട്ടബിൾ ആണ് എങ്കിൽ നമുക്ക് ആ ഒരു ഡബിങ് ഫീൽഡിലോട്ട് തിരിയാം. അപ്പൊ നമ്മളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, നമുക്ക് ഒരുപാട് ചാൻസസ് കിട്ടുകയും ചെയ്യും. ഉം. അങ്ങനെയാണ് മാം എനിക്ക് തോന്നിയത്. ഓക്കെ, അതായത് ഞാനിത് ചുരുക്കി പറഞ്ഞുതരാം എന്താണ് സബ്ലിമേഷൻ എന്ന്. ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഏകദേശം അങ്ങനെ തന്നെയാണ്. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ് എന്ത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുന്നു. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ സുപ്പീരിയർ ആണ് നമ്മളെ വഴക്ക് പറയുന്നത്. അപ്പൊ വഴക്ക് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കീഴുദ്യോഗസ്ഥനാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ദേഷ്യം നമ്മള് പരമാവധി കടിച്ചു പിടിക്കും അല്ലെ? അതായത് അദ്ദേഹത്തിന്റെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതെ പരമാവധി അത് നമ്മൾ കടിച്ചു പിടിച്ച് അവിടെ ഒരു അത് തന്നെ മൈ ബോസ് സിനിമയിലുണ്ട്. ഓക്കെ, പരമാവധി നമ്മളത് കടിച്ചു പിടിക്കാൻ നോക്കും അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് ഒരു സബ്ലിമേഷന്റെ ഇതായിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു ദുൽഖർ സൽമാന്റെ ഒരു സിനിമയുണ്ട്, ഒരു മൂവി ഉണ്ട്, കൈ എന്ന് പറയുന്ന ഒരു മൂവി. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് അല്ലെ? അതിനകത്ത് ഈ ഒരു സീൻ ഉണ്ട്. അതായത് സുപ്പീരിയർ അദ്ദേഹത്തെ വഴക്ക് പറയുമ്പോൾ എന്തോ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വേഗം ബാത്റൂമിന്റെ സൈഡിൽ ചെന്നിട്ട് കൈകൊണ്ട് ഭിത്തിയിൽ ഇടിക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ് അമ്പിളി പറയാൻ വന്നത്? കണ്ടിട്ടുണ്ട് എന്ന് പറയാ. കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ ദേഷ്യത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊരു സബ്ലിമേഷൻ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പോ കുട്ടികളില്ലാത്ത കപ്പിൾസ്, അവർക്ക് വർഷങ്ങളായിട്ട് അവർക്ക് കുട്ടികളില്ല. ഓക്കെ, അപ്പൊ അത് അവരുടെ ഒരു കുറവാണ്. കുട്ടികളില്ല എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണല്ലോ. അവർക്ക് ചിലപ്പോൾ അത് കുറവായിട്ട് തോന്നുന്നില്ലെങ്കിലും സമൂഹം അത് കൽപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് കുട്ടികളില്ലാത്ത കപ്പിൾസ് ആണെന്നാണ്. അപ്പൊ ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും ഓർഫനേജിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും ഇഷ്ടമുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളും എല്ലാരും വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നേ? അതായത് അവർക്ക് കുട്ടികളില്ല, പക്ഷെ ആ ഒരു കുറവ് അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നേ? അവർ ആ ഓർഫനേജിൽ പോയിട്ട് എല്ലാ വർഷവും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ഒന്നിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് അവര് മറ്റൊന്നില് ആശ്രയിക്കുന്നു. അതും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. അപ്പൊ ദേഷ്യം വരുമ്പോഴായാലും അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴായാലും നമ്മൾ പല കാര്യങ്ങൾ അതിനെ ഒന്ന് എന്താ പറയാ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. അതും സബ്ലിമേഷന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? എത്ര പേർക്ക് ദേഷ്യം വരാറുണ്ട്? ഇഷ്ടം പോലെ, എപ്പോഴും വരും ദേഷ്യം. അതെ, ദേഷ്യം വരാറുണ്ട് അല്ലെ? അപ്പൊ ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ? ഞാൻ ദേഷ്യം വരുമ്പോ മിണ്ടാണ്ടിരിക്കും, ആരോടും മിണ്ടില്ല. ഞാൻ ദേഷ്യം വരുമ്പോ സൗണ്ട് കൂട്ടി സംസാരിക്കും. സൗണ്ട് കൂട്ടി വൈലന്റ് ആവും അല്ലെ? ഓ, വൈലന്റ് ആവും. ഞാൻ അല്ലെ? ആ ഒരു ദേഷ്യം ആ സമയത്തേക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് പോവില്ലേ? അത്രേ ഉള്ളൂ 5 മിനിറ്റ്. പിള്ളേരൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാല് അവരൊന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം പെട്ടെന്ന് എന്താണ് മുംതാസ്? കേട്ടില്ല, ക്ലിയർ ആയില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. ഒരു ഇത്തിരി ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അതൊക്കെ എടുത്ത് വെച്ച് വലിച്ചെറിയും. ദേഷ്യം വരുന്ന ഒരാളാണ്. അത് പിള്ളേർക്കിട്ടാണെങ്കിൽ കൊടുക്കും, നല്ലത് കൊടുക്കും. ലാസ്റ്റ് എന്റെ ഫോൺ വരെ ഇപ്പൊ ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുക ദേഷ്യം വന്നിട്ട്. അപ്പൊ അത്ര പിന്നെ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ എറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് എന്തിനാ എന്റെ അല്ലേ കാശ് പോകുന്നത്. പക്ഷെ ഈ ദേഷ്യമൊക്കെ മിസ്സേ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് മാത്രമേ ഞാൻ എന്റെ കേസിൽ എടുക്കാറുള്ളൂ കേട്ടോ. ഹസ്ബൻഡും മക്കളും സ്നേഹം കൂടുമ്പോഴായിരിക്കും നമുക്ക് അത്രയും ദേഷ്യം വരുന്നത്. വേറെ ആൾക്കാരുടെ അടുത്ത് ദേഷ്യം വന്നാലും നമ്മൾ ആ ദേഷ്യം കാണിക്കാതെ അഭിനയിച്ച് നിൽക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. ഉള്ളിൽ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് സോഷ്യലി ഒന്നും നമ്മൾ ആ ദേഷ്യം കാണിക്കാറില്ല. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അമ്മ, ഹസ്ബൻഡ്, കുട്ടികള്, അത് വിട്ട് വേറെ ആരുടെ അടുത്തും കാണിക്കാറില്ല. നമ്മുടെ വീട്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ, പുറത്തു പോയി കാണിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓവറായിട്ടൊരു ദേഷ്യം വരാറില്ല.
എന്താണ് അറിയില്ല. വരാറില്ല, നല്ല കുട്ടി, ദേഷ്യമേ വരാറില്ല. ദേഷ്യം വരാറുണ്ട്, പക്ഷെ ഇവര് പറഞ്ഞ പോലെ ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുക അങ്ങനത്തെ ഒരു ദേഷ്യമൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ചെറുതായിട്ടൊക്കെ എറിഞ്ഞു വരുമ്പോ ഞാൻ പൊട്ടിച്ചതിന്റെ മക്കളെ കാരണം ഞാൻ പറയാം. കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. മോള് രണ്ടാമത്തെ ആള് ഇപ്പൊ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിൽ പോകാനായിട്ട് സയൻസ് എടുത്തു. അത് പാസ്സായിട്ടിരിക്കുക. അപ്പൊ അവള് പറയണ സ്ഥലത്ത് തന്നെ നഴ്സിങ്ങിന് വിടണം. അപ്പൊ നമ്മള് പറയുന്നിടത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ തമ്മിൽ ചെറിയ വാക്ക് തർക്കം ഉണ്ട്. അവള് ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നു. ഞാൻ നോക്കിയപ്പോ രാത്രി ആയപ്പോഴത്തേക്ക് ഭക്ഷണം അവള് ഓർഡർ ചെയ്തു, വീട്ടിൽ നിന്ന് കഴിച്ചില്ല. ഭക്ഷണം ഓർഡർ ചെയ്തപ്പോ അത് കണ്ടപ്പോഴത്തേക്ക് കൊടുത്ത്, ശരിക്ക് കൊടുത്ത്. അപ്പൊ എന്റെ ഫോൺ എന്റെ കയ്യിലിരിക്കായിരുന്നു. ആ ഫോൺ ഒരൊറ്റ ഏറ് കൊടുത്ത്. അത് അങ്ങനെ ദേഷ്യമായതാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പൊ നമ്മള് എന്താണ് പറയുന്നതിന് ഒരു വില. എന്താണ് പറഞ്ഞ സ്ഥലത്ത് ചേർക്കണേന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ മോള് പറയുന്ന സ്ഥലത്ത് മോള് പറയണത് കോളേജ് കൊള്ളില്ല, അത്ര നല്ല കോളേജ് അല്ല അത്. നമ്മൾ അന്വേഷിച്ചപ്പോ അത് കൊള്ളില്ല. അപ്പൊ അവക്ക് ഇവിടെ ആലപ്പുഴയ്ക്ക് പോയി നിന്ന് പഠിക്കണം, ഞങ്ങൾക്കാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പഠിപ്പിക്കണം. അങ്ങനെ ഒരു ഇതിലേ നിൽക്കണം. നമ്മുടെ അടുത്തുനിന്ന് പോയി വരാൻ പറ്റുന്നിടത്ത് പഠിക്കാൻ. പുറത്ത് പോയി അവള് പഠിക്കില്ല, കേരളത്തിന് പുറത്ത് അവള് പോവില്ല. ഒക്കെ എറണാകുളം ജില്ലയിൽ പഠിക്കേണ്ട, തൃശ്ശൂർ പഠിക്കേണ്ട, ആലപ്പുഴ ജില്ലയിൽ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ ഒരു വാശി കാണിച്ച് ഇപ്പൊ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് നഴ്സിംഗിന് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഓക്കെ ആയോ? കിട്ടേണ്ടത് കിട്ടിയപ്പോ ഓക്കെ. കാര്യമായോ? ഫോണ് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ ചോദിക്കുക. അതാ ഞാൻ പറയാ, പോയത് എനിക്ക് തന്നെ പോയി, എന്റെ പൈസയാണ് പോണത്. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് കാണിച്ചാൽ നമ്മുടെ സർവ്വ കൺട്രോൾ പോണ സമയമാണല്ലോ. ആ ഫുഡ് പുറത്തുനിന്ന് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് വരുത്തുമ്പോഴത്തേക്ക് എന്താണെങ്കിലും താഴെയുള്ള ആളത് കണ്ടുപിടിക്കുകയല്ലേ. അപ്പൊ കൊടുത്ത്, ശരിക്കും കൊടുത്ത അപ്പോഴത്തേക്ക് കയ്യിൽ കിട്ടിയത് പോണതാണ്. അല്ലെ, എന്താ ഒരമ്മയായിട്ട് വന്ന ദേഷ്യാണ്. അതെ അതെ, സ്വാഭാവികമാണ്. അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക്, അതായത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ഒക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക്, അതായത് ഒന്നിലധികം കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലായിരിക്കും ചില സമയത്ത്. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം കൂടും. അങ്ങനെ തോന്നാറുണ്ടോ? ഒന്നിലധികം കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾക്ക് മറ്റുള്ളവരായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ഒന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം തന്നെ നമ്മുടെ തലയിലാണ്, എല്ലാ കാര്യങ്ങളും നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് എന്തെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക കേട്ടോ. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. മറിച്ച് അതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ റിലാക്സ് ആവുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മുടെ, അത് ഓവറോള് എല്ലാ സ്ത്രീകളും ഒറ്റയ്ക്കാണ് പല കുട്ടികളുടെ കാര്യം നോക്കണം, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മറ്റ് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യണം, പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ നോക്കണം. എല്ലാ കാര്യങ്ങളും കൂടി തലയിൽ വെക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നത്. എന്നെ സംബന്ധിച്ച് വെച്ചാല് ആര് വിളിച്ചാലും വെച്ചാൽ ഒരാളുടെ ഹോസ്പിറ്റലിൽ പോണോ, അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോണോ, വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള് ഒക്കത്തിന് ഞാൻ തന്നെ പോണം. എന്നെ ആയിരിക്കും വിളിക്കണം. വെച്ചാൽ ഒരു മടിയും കൂടാണ്ട് ആരുടെ കൂടെ പോകാനും, വെച്ചാൽ എല്ലാ കാര്യത്തിനും പോയി ചെയ്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറയും, എന്ത് ആവശ്യത്തിന് വിളിച്ചോ, ഞാൻ വരാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവിടെ പോകണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിഷയമില്ല. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് 12:15 രാവിലെ 7 മണിക്ക് കയറിയിട്ട് 5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് എത്തിയത്. അത്രയും ആവശ്യതയാണ്. എന്നിട്ട് പോലും ഓരോ കാര്യങ്ങൾക്ക് ഞാൻ എൻഗേജ്ഡ് ആണ്. വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല ഒന്നിനും. അതാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മളോടുള്ള സ്നേഹം, നമ്മൾ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമ്മളോട് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്നെ എല്ലാരും വിളിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതനുസരിച്ച്. വേറെ എത്രയോ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും വിളിക്കാറില്ല. അന്ന് മാത്രമേ എല്ലാത്തിനും വിളിക്കുള്ളൂ. പക്ഷെ മടി പറയില്ല, നോന്ന് ഞാൻ പറയാറില്ല. പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തുക, അതാണ്. ഇതേ അനുഭവം തന്നെ എനക്കും. വീട്ടില് നടക്കണം, നാട്ടിലും അതെ, നാട്ടില് ADS അതെ, സ്കൂളില് മദർ PTA ഇതും അതെ, പിന്നെ ഓരോ പാർട്ടിയിലും വീട്ടിലത്തെ കാര്യം എല്ലാം കൂടുമ്പോ ഈ ചെറുങ്ങനെ ഒരു ദേഷ്യം വരലുണ്ടാവുന്നു. അക്കാര്യം ഇക്കാര്യം വീട്ടില് നടക്കാതിരിക്കുമ്പോ അതന്നെ, വീട്ടുകാർക്കും ഞാൻ തന്നെ വേണം, നാട്ടുകാർക്കും വേണം എന്ന് പറയുന്നില്ലേ, അത് പോയാല് 10 മണി എല്ലാം ആവും നമ്മ ഇങ്ങോട്ട് വരുമ്പോ. പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അതായത് ഈ സ്ട്രെസ് കൂടുമ്പോ നമുക്ക് തന്നെയാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. മീറ്റിംഗും കാര്യങ്ങളും.
നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും തലച്ചോറിലൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ഹെൽത്തിനെ അത് ബാധിക്കും മോശമായിട്ട്. ആ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. കുറച്ച് സമയമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സ് ആവാനും. നല്ലോണം ദേഷ്യം വരുമ്പോ ഇയർഫോൺ ഇട്ടിട്ട് ഒരു പാട്ടും വെച്ചിട്ട് മിണ്ടാതെ കിടന്നാ മതി. പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളെ വിഷമങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക്. നമ്മളിപ്പോ നാട്ടിൽ പോയിട്ടായാലും പിന്നെ നാട്ടിൽ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. ഇപ്പൊ ADS എന്ന് പറയുമ്പോ അത്രയും ഇതുണ്ട്. പിന്നെ പാർട്ടിയിലെ പ്രവർത്തനത്തിലും പോകും ഞാൻ. സ്കൂളിലും മദർ PT സ്കൂളിന്റെ കാര്യങ്ങളും നോക്കണം. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് നോക്കണം. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ കുട്ടികളെ പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല. അപ്പൊ ഓൾറെഡി പെട്ടുപോന്ന്. അപ്പോഴാണ് നമുക്ക് ദേഷ്യം കൂടുന്നത്. നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവര് നമ്മളെ തിരക്ക്. അങ്ങനെയാണ് സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും എടുത്താൽ മതി. നെക്സ്റ്റ് റിപ്രഷൻ തുടങ്ങിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എടുത്തത് ദെൻ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? ഞാനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മെക്കാനിക്സിനെ കുറിച്ചായിരുന്നു. അതില് ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ 2 ആക്ടിവിറ്റി ഞാൻ തന്നിരുന്നു, പിക്ചർ വീലും നമ്പർ വീലും. മറ്റു നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു.